തിരുവനന്തപുരത്ത് സുനിൽ ഐസക്കും സേഫ് സൈൻ ലാബിനുമുണ്ട്. ആദ്യം സുനിൽ ഐസക്കിലേക്ക്. ഐസക്, ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നതിന് ശേഷവും LDF ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ്. 6-ാം തീയതി മുഖ്യമന്ത്രിയെ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്ന് തീരുമാനിക്കും എന്ന് MV ഗോവിന്ദൻ പറയുന്നു. എന്താണ് ഈ ആത്മവിശ്വാസത്തിന് പിന്നിൽ? അജിംസ്, 3 ആഴ്ചയിലധികം നീണ്ട കാത്തിരിപ്പിന് വിരാമമാകാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. നാളെ രാവിലെ 8:30 IVM-ലെ വോട്ടെണ്ണി തുടങ്ങുന്നു. 11:30 ഏകദേശം ഒരു ട്രെൻഡ് കേരളത്തിൽ ആര് വിജയിക്കുമെന്ന കാര്യത്തിൽ ഏതാണ്ട് ഒരു തീരുമാനമാകും. അതായത് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴും പക്ഷേ തങ്ങളുടെ കണക്കുകൂട്ടലുകളിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോകുന്നില്ല മുന്നണികൾ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. CPM ആവട്ടെ, CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമായി അല്പസമയം മുമ്പ് സംസാരിക്കുമ്പോൾ വലിയ ആത്മവിശ്വാസമാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ഈ എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ പോലും, ആ ഫലങ്ങൾ പോലും കൃത്യമായി LDF അധികാരത്തിൽ വരുമെന്ന് സൂചിപ്പിക്കുന്ന ഫലങ്ങളാണ്. കാരണം 69 മുതൽ സീറ്റുകൾ, 69 മുതൽ 73 വരെ സീറ്റുകൾ LDF-ന് കിട്ടുമെന്ന് പ്രവചനങ്ങൾ വരുന്നുണ്ട്. 69 വരെ, 65 മുതൽ 69 വരെ സീറ്റുകൾ ലഭിക്കുമെന്ന് പ്രവചനങ്ങൾ വരുന്നു. അതൊക്കെ പക്ഷേ LDF മൂന്നാമത് വീണ്ടും അധികാരത്തിലേക്ക് വരാൻ വേണ്ടി പോകുന്നു എന്നതിന്റെ കൃത്യമായ സൂചന എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് 65-ന് ശേഷം, അതായത് 65 സീറ്റുകൾ LDF-ന് ഉറപ്പിക്കുന്നുണ്ട് എക്സിറ്റ് പോൾ പ്രവചനങ്ങളെല്ലാം. അതിനുശേഷം പിന്നീട് LDF തോക്കുമെന്ന് പ്രവചിച്ചിട്ടുള്ള ചില മണ്ഡലങ്ങൾ, ആ മണ്ഡലങ്ങളിൽ വീണ്ടും ഒരു റീവിസിറ്റ് CPM നടത്തി ബൂത്ത് തലത്തിലുള്ള കണക്കുകൾ വീണ്ടും എടുത്ത് പരിശോധിച്ചു. അങ്ങനെ പരിശോധിക്കുമ്പോഴും ഏതാണ്ട് 10ഓളം നിയമസഭാ മണ്ഡലങ്ങളിൽ കൂടി വിജയം ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത്തരം ആത്മവിശ്വാസമുണ്ട് എന്നാണ് MV ഗോവിന്ദൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 70-നും 75-നും ഇടയ്ക്ക് സീറ്റുകൾ നേടി LDF അധികാരത്തിലെത്തുമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. അത്തരമൊരു ആത്മവിശ്വാസം പാർട്ടിക്കുണ്ട്. അതിന് വെള്ളിയാഴ്ച സെക്രട്ടേറിയറ്റ് യോഗം ചേർന്ന് മുഖ്യമന്ത്രി ആരാണെന്ന് തീരുമാനിക്കും. 1 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ ആ തീരുമാനമെടുക്കുമെന്ന് അത്രമേൽ ഉറപ്പോടെ പറയുന്നു CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി. മറുഭാഗത്താകട്ടെ KPCC ഓഫീസിന് പുറത്ത് പന്തലിടുന്നു. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇന്ന് വൈകുന്നേരത്തോടു കൂടി തിരുവനന്തപുരത്തേക്ക് എത്തുന്നു. VD സതീശനും രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും അടക്കമുള്ള മുഴുവൻ നേതാക്കളും ഇന്ന് വൈകുന്നേരവും നാളെ രാവിലെയുമായി തിരുവനന്തപുരത്തേക്ക് എത്തുകയാണ്. KPCC അധ്യക്ഷൻ അടക്കമുള്ള ആളുകൾ അവരൊക്കെ വലിയ ആത്മവിശ്വാസം അവരും പ്രകടിപ്പിക്കുന്നത്. സർക്കാർ വിരുദ്ധ വികാരം വലിയ തോതിൽ ഉണ്ടായിട്ടുണ്ട്. ശബരിമല അടക്കമുള്ള വിഷയങ്ങൾ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ജനങ്ങളെ നന്നായി തന്നെ അത് ബാധിച്ചിട്ടുണ്ട്. അതിന്റെ ഒക്കെ ഒരു റിഫ്ലക്ഷൻ സ്വാഭാവികമായി തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും. കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഭരണം പൊതുജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള വലിയ പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളൊക്കെ ഉണ്ട്. അത് പോളിംഗ് ബൂത്തിൽ കൃത്യമായി പ്രകടമായിട്ടുണ്ട്. അതിന്റെ ഫലമാണ്, അതിന്റെ റിസൾട്ട് എന്താണോ അതാണ് നാളെ വരാനിരിക്കുന്നത് എന്ന ആത്മവിശ്വാസം അവരും പ്രകടിപ്പിക്കുന്നു. UDF-ന്റെ ഘടകകക്ഷികളൊക്കെ അവരുടെ മന്ത്രി ചർച്ചകളിലേക്ക് പോലും കടക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതായത് വലിയ ആത്മവിശ്വാസത്തിൽ ഇരു മുന്നണികളും മുന്നോട്ട് പോകുന്നു എന്നതാണ് ഈ അവസാന മണിക്കൂറിൽ പോലും നമുക്ക് നേതാക്കളുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. എന്തായാലും ഈ എക്സിറ്റ് പോൾ പ്രവചനങ്ങളൊക്കെ വന്നതുപോലെ ഒരു ഈസി വാക്ക് ഓവർ ഈ തെരഞ്ഞെടുപ്പിൽ ആർക്കും ഉണ്ടാകില്ല എന്ന് ഇരു മുന്നണികളും കണക്കുകൂട്ടുന്നുണ്ട്. ആര് വിജയിച്ചാലും നേരിയ ഭൂരിപക്ഷത്തിനായിരിക്കും വിജയിക്കുക എന്നാണ് വ്യക്തിപരമായി നേതാക്കളോട് സംസാരിക്കുമ്പോൾ അവർ പ്രകടിപ്പിക്കുന്ന വികാരം. അതുകൊണ്ട് തന്നെ ഒരു നാരോ പോയിന്റിലാണ് കാര്യങ്ങൾ പോകുന്നത്. അത് ആർക്ക് വേണമെങ്കിലും അനുകൂലമാകാം, ആർക്ക് വേണമെങ്കിലും പ്രതികൂലമാകാം എന്നൊരു സാഹചര്യം നിലവിലുണ്ട്. ആ സാഹചര്യത്തിലാണ് ഇരു മുന്നണികളും അവരുടെ ഒരു വിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത്.